കേരള രാഷ്ട്രീയത്തിൽ അത്ര പെട്ടെന്നൊന്നും ആരും മറക്കാത്തൊരു തെരഞ്ഞെടുപ്പ് ഫലമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. പ്രത്യേകിച്ചും കണ്ണൂരിലെ രാഷ്ട്രീയ മണ്ണിൽ നിന്നും വരുന്ന വാർത്തകൾ ഇടതുപക്ഷ പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം വലിയ ഞെട്ടലുണ്ടാക്കുന്നതാണ്. മുൻ ആരോഗ്യവകുപ്പ് മന്ത്രിയും CPM-ന്റെ കരുത്തുറ്റ വനിതാ നേതാവുമായ KK ശൈലജ ടീച്ചറുടെ പരാജയം കേവലം ഒരു മണ്ഡലത്തിലെ തോൽവി എന്നതിലുപരി വലിയ രാഷ്ട്രീയ ചർച്ചകൾക്കാണത് വഴി തുറന്നിരിക്കുന്നത്. ഈ തോൽവിക്ക് പിന്നാലെ ശൈലജ ടീച്ചർ പാർട്ടി വേദികളിൽ ഉയർത്തിയ അതൃപ്തി ഇപ്പോൾ അത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുകയാണ്. താൻ പേരാവൂരിൽ മത്സരിക്കാൻ ആഗ്രഹിച്ചിരുന്നില്ല എന്നും പാർട്ടി തന്നെ നിർബന്ധിച്ച് അവിടെ സ്ഥാനാർത്ഥിയാക്കുകയായിരുന്നു എന്നുമുള്ള ടീച്ചറുടെ വാക്കുകൾ CPM-നുള്ളിലെ ആഭ്യന്തര കലഹങ്ങളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. മട്ടന്നൂർ എന്ന തൻ്റെ ഉറച്ച കോട്ടയിൽ നിന്ന് ടീച്ചറെ മാറ്റി നിശ്ചയിച്ചപ്പോൾ തന്നെ രാഷ്ട്രീയ നിരീക്ഷകർ പല സംശയങ്ങളും പ്രകടിപ്പിച്ചിരുന്നു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ഭൂരിപക്ഷം നേടി റെക്കോർഡിട്ട ഒരു നേതാവിനെ എന്തിനാണ് മറ്റൊരു മണ്ഡലത്തിലേക്ക് മാറ്റിയത് എന്ന ചോദ്യത്തിന് കൃത്യമായ മറുപടി നൽകാൻ അന്ന് നേതൃത്വത്തിന് കഴിഞ്ഞിരുന്നില്ല. UDF-ന്റെ ഉറച്ച കോട്ടയായി അറിയപ്പെടുന്ന KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് തുടർച്ചയായി വിജയിക്കുന്ന പേരാവൂരിലേക്ക് ശൈലജ ടീച്ചറെ അയച്ചത് അവരെ തോൽപ്പിക്കാൻ വേണ്ടിയാണോ എന്ന ചോദ്യം ഇപ്പോൾ പാർട്ടിക്കുള്ളിൽ തന്നെ ഉയർന്നു കഴിഞ്ഞു. 14,000-ലധികം വോട്ടുകൾക്കാണ് ടീച്ചർ പരാജയപ്പെട്ടത്. ഇത് വെറുമൊരു സംഖ്യയല്ല, മറിച്ച് ഒരു ജനപ്രിയ നേതാവിനെ തെറ്റായ മണ്ഡലത്തിൽ പരീക്ഷിച്ചതിൻ്റെ പരിണിത ഫലമാണ്. പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ വളരെ വികാരാധീനയായാണ് ടീച്ചർ പ്രതികരിച്ചതെന്നാണ് ലഭ്യമാകുന്ന വിവരങ്ങൾ. വിജയിക്കാൻ പ്രയാസമുള്ള മണ്ഡലമാണിതെന്ന് തനിക്കറിയാമായിരുന്നുവെന്നും താൽപ്പര്യമില്ലായിരുന്നിട്ടും നേതൃത്വത്തിൻ്റെ നിർബന്ധത്തിന് വഴങ്ങേണ്ടി വന്നുവെന്നും അവർ തുറന്നടിച്ചു. ഇതിനെ ഒരു തുറന്നു പറച്ചിൽ എന്നതിലുപരി നേതൃത്വത്തിനെതിരെയുള്ള ഒരു കുറ്റപത്രമായാണ് പലരും കാണുന്നത്. ഈ തോൽവിയിലൂടെ കേരളം കണ്ട ഏറ്റവും പ്രഗത്ഭയായ ഒരു ഭരണാധികാരിക്ക് നിയമസഭയുടെ വാതിലുകൾ അടയുകയാണ് ചെയ്തിരിക്കുന്നത്. പാർട്ടിയിലെ തന്നെ ഒരു വിഭാഗം ടീച്ചറുടെ ജനപ്രീതിയിൽ അസ്വസ്ഥരായിരുന്നു എന്ന പ്രചരണങ്ങൾക്ക് ഈ തോൽവി കൂടുതൽ ബലം നൽകുന്നു. കേരളത്തിലുടനീളം LDF നേരിട്ട കനത്ത തിരിച്ചടിയുടെ ഭാഗം തന്നെയാണ് പേരാവൂരിലെയും ഫലം. വെറും 35 സീറ്റുകളിലേക്ക് ഇടതുമുന്നണി ഒതുങ്ങുമ്പോൾ അത് വലിയൊരു രാഷ്ട്രീയ മാറ്റത്തിൻ്റെ തുടക്കമായാണ് വിലയിരുത്തപ്പെടുന്നത്. മുതിർന്ന നേതാക്കൾ തന്നെ പാർട്ടിയുടെ അടിത്തറ തകർന്നുവെന്ന് സമ്മതിക്കുമ്പോൾ ഭരണവിരുദ്ധ വികാരം ജനങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നു എന്നത് വളരെ വ്യക്തമാണ്. മട്ടന്നൂരിൽ ടീച്ചർക്ക് പകരം മത്സരിച്ചവർ വിജയിച്ചപ്പോൾ ടീച്ചർ തോറ്റുപോയത് അവർക്ക് ലഭിക്കേണ്ടിയിരുന്ന സംഘടനാപരമായ പിന്തുണയുടെ അഭാവം കൊണ്ടാണോ എന്നതും പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. പ്രചരണ സമയത്ത് പ്രമുഖ നേതാക്കളുടെ സാന്നിധ്യം പേരാവൂരിൽ കുറവായിരുന്നു എന്നതും ശ്രദ്ധേയമാണ്. മുഖ്യമന്ത്രിയുടെ സാന്നിധ്യം പോലും പരിമിതമായിരുന്നു. ടീച്ചറെ പാർശ്വവൽക്കരിക്കാനുള്ള ബോധപൂർവമായ ഒരു ശ്രമം നടന്നോ എന്ന സംശയം രാഷ്ട്രീയ അണിയറകളിലും സജീവമാണ്. KK ശൈലജയുടെ തോൽവി CPM-നെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായ ഒരു നഷ്ടം മാത്രമല്ല, മറിച്ചൊരു പ്രസ്ഥാനമെന്ന നിലയിൽ വരും കാലങ്ങളിൽ നേരിടേണ്ടി വരുന്ന വലിയൊരു വെല്ലുവിളിയുടെ സൂചന കൂടിയാണ്. ജനങ്ങളുടെ വികാരം മനസ്സിലാക്കുന്നതിൽ നേതൃത്വം പരാജയപ്പെട്ടുവെന്ന് പാർട്ടിക്ക് സമ്മതിക്കേണ്ടി വരുന്നു. സ്ഥിതിവിവര കണക്കുകൾ നിർത്തി തോൽവിയെ ന്യായീകരിക്കാൻ ശ്രമിക്കരുത് എന്ന് കേന്ദ്ര നേതൃത്വം തന്നെ മുന്നറിയിപ്പ് നൽകിക്കഴിഞ്ഞു. ടീച്ചറുടെ തോൽവി കണ്ണൂരിലെ CPM-ൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമായേക്കാം. വരും ദിവസങ്ങളിൽ പാർട്ടി കമ്മിറ്റികളിൽ ഈ വിഷയം കൂടുതൽ ഗൗരവമായി ചർച്ച ചെയ്യപ്പെടുമെന്നും ഉറപ്പാണ്. ശൈലജ ടീച്ചറെ പോലൊരു നേതാവിനെ ഇത്തരമൊരു പരീക്ഷണത്തിന് വിട്ടു നൽകിയത് വലിയ രാഷ്ട്രീയ മണ്ടത്തരമായിരുന്നോ അതോ കൃത്യമായി പ്ലാൻ ചെയ്ത നീക്കമായിരുന്നോ എന്ന് കാലം തെളിയിക്കും. ഭരണവിരുദ്ധ തരംഗത്തോടൊപ്പം തന്നെ പാർട്ടിക്കുള്ളിലെ വിഭാഗീയതയും ഈ തെരഞ്ഞെടുപ്പിൽ പ്രകടമായിരുന്നു. പ്രമുഖ മന്ത്രിമാരുടെ പരാജയവും ഇതിനോട് കൂട്ടി വായിക്കേണ്ടതുണ്ട്. എന്നാൽ ശൈലജ ടീച്ചറുടെ പരാജയത്തിന് മറ്റൊരു തലം കൂടിയുണ്ട്. അത് ജനങ്ങൾക്കിടയിൽ അവർക്കുള്ള സ്വാധീനത്തെ ഭയന്നവരുടെ വിജയമാണോ എന്ന സംശയമാണത്. ഏതായാലും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരു വലിയ അധ്യായത്തിന് അന്ത്യം കുറിച്ചിരിക്കുന്നു. ആ അധ്യായത്തിൽ KK ശൈലജ എന്ന പേര് എന്നും ചർച്ച ചെയ്യപ്പെടും, പ്രത്യേകിച്ച് ഈ തോൽവിയിലൂടെ. ജനഹൃദയങ്ങളിൽ വലിയ സ്ഥാനമുള്ളൊരു നേതാവിനെ എങ്ങനെയാണ് ഒരു പാർട്ടി കൈകാര്യം ചെയ്യേണ്ടത് എന്നതിൽ CPM-ന് പിഴവ് പറ്റിയോ എന്ന് വരും ദിവസങ്ങളിൽ നമ്മൾ കാണാനായിരിക്കുന്നതേയുള്ളൂ. ഒരു ജനതയുടെ പ്രതീക്ഷയായിരുന്ന ശൈലജ ടീച്ചർക്ക് ഇനി പാർട്ടിയിൽ എന്തുത്തരവാദിത്തമായിരിക്കും നൽകുക എന്നത് നിർണായകമാണ്. ഈ പരാജയവും തുടർന്നുണ്ടായ അതൃപ്തിയും കേരളത്തിലെ വരും കാല രാഷ്ട്രീയ സമവാക്യങ്ങൾ വലിയൊരു മാറ്റം കൊണ്ടുവരുമെന്നുറപ്പാണ്. നിശബ്ദമായിരിക്കുന്ന ഒരു നേതാവല്ല ശൈലജ ടീച്ചർ എന്ന് ഈ തുറന്നു പറച്ചിലൂടെ അവർ ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ്.